Hello, welcome back to my YouTube channel. It's me, Sumi, the path of my God. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് പോസിറ്റീവായിട്ടിരിക്കുന്നതെന്നും ഞാൻ ഇത്രയും എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെക്കാളും താഴെയുള്ളവരെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നമ്മളെക്കാളും മുകളിലുള്ളവരെയല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മളെക്കാളും താഴെയുള്ളവർ, അതായത് നമ്മളെക്കാളും കഴിവ് കുറഞ്ഞുള്ള ആൾക്കാർ എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് 2 കൈയുണ്ട്, 2 കാലുണ്ട് അല്ലേ, നമുക്ക് കണ്ണുണ്ട്, ചെവി കേൾക്കാം, കാണാൻ കഴിയും, സംസാരിക്കാൻ കഴിയും. എന്നിട്ടും നമ്മളെവിടെയാണ് നിൽക്കുന്നതെന്നും നമ്മളെക്കാളും താഴെയുള്ളവർ, അതായത് അംഗവൈകല്യമുള്ളവരുണ്ട് അല്ലേ, നമ്മുടെ എത്രയും പോലും കഴിവില്ലാതെ ശ്രമിച്ചാൽ കിട്ടാത്ത അതായത് നമ്മളത്രയും പോലും ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത, അതായത് മീൻസ് ഞാൻ പറഞ്ഞു തരുന്നത്, നമുക്ക് ഉള്ളതിനേക്കാളും കഴിവ് കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർ എത്തി നിൽക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്കാണത്, അവരുടെ മനസ്സിൻ്റെ ധൈര്യമാണത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, നമ്മളാണ് പ്രിപ്പയർഡ് ആവേണ്ടത്, നമ്മളെവിടെ എത്തണം എന്നുള്ളത്, നമ്മളെങ്ങനെ എത്തണം എന്നുള്ളതും നമ്മളാണ് മൈൻഡിനെ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്രയായി, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ആകാൻ പറ്റിയില്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ MCOM കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് വിവാഹം കഴിഞ്ഞിരുന്നു. MCOM കംപ്ലീറ്റ് അതിന് ശേഷം 1 വർഷം MCOM ഫസ്റ്റ് ഇയറിലാണ് വിവാഹം കഴിഞ്ഞത്. സെക്കൻഡ് ഇയർ ആയപ്പോൾ ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല. പോട്ടെ, ഞാൻ കരുതി കല്യാണം കഴിഞ്ഞു ക്ലാസ്സിന് പോകുന്നവരുണ്ടല്ലോ എന്ന് കരുതി കല്യാണം ഓക്കെ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയപ്പം പഠിക്കാൻ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അന്നേരം മൈൻഡിലേക്ക് വന്നില്ല. കാരണം അതും പോസിറ്റീവായിട്ട് എടുത്തു. ഫ്രണ്ട്സൊക്കെ പ്രഗ്നൻസി ആയിട്ട് വരുന്നവരുണ്ടല്ലോ, അങ്ങനെ എനിക്കും പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. എനിക്ക് 7 മാസത്തോളം ഛർദിലായിരുന്നു. അങ്ങനെ പിന്നെ ക്ലാസ്സിന് പോക്ക് നടന്നില്ല. അപ്പോഴും ഞാൻ നെഗറ്റീവായില്ല. നമ്മളൊരു പുതിയൊരു ലോകത്തേക്ക്, പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത അല്ലേ, പുതിയൊരു ലൈഫാണ് എൻ്റേത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞ് എന്നുള്ള ആ ഒരു രീതിയിൽ അവനെ കെയർ ചെയ്യണം. അവൻ വന്നതിന് ശേഷം അവന് 1.25 വയസ്സ്, അതായത് അവനെ എനിക്ക് എത്രത്തോളം എന്നെക്കൊണ്ട് നോക്കാൻ പറ്റുമോ അത്രത്തോളം നോക്കുക, അവനിക്ക് വേണ്ടി എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. അപ്പോൾ അതിന് ശേഷം അവനൊരു 1.25 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത എക്സാം വരാറായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പഠിക്കാൻ പോകാനായിട്ട് ഇറങ്ങി. പക്ഷേ അപ്പോഴും എൻ്റെ മുന്നിൽ റബ്ബ് മറ്റൊന്നായിട്ട് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോഴും ഞാൻ തളർന്നില്ല. നമ്മൾ അതിനെ അബോർഷൻ ചെയ്യാനോ അങ്ങനെയുള്ള ചിന്തകളോ ഒന്നും വന്നില്ല. റബ്ബ് തന്നെയാണ് അല്ലേ, നമ്മൾ പോലും അറിയാണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒന്ന്, അല്ല ഒന്ന് ചിന്തിക്കുന്ന മറ്റൊന്ന്. അന്ന് ഞാൻ മനസ്സിലൊന്നും ഒരു നെഗറ്റീവ് അടിച്ചില്ല. കാരണം അൽഹംദുലില്ലാ ഇന്ന് അവർ 2 പേരും ഒരുപോലെ, 2 ആമക്കളാണ്, 2 പേരും ഒരുപോലെ വളർന്നു വന്നു. ഒരാൾക്ക് 7 വയസ്സായി, ഒരാൾക്ക് 5 വയസ്സായി. അപ്പം ഞാൻ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മോൻ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്ത ആൾക്ക് ഒരു 5-6 വയസ്സ് കഴിഞ്ഞായിരുന്നു രണ്ടാമത്തെ ആൾ ആവുന്നതെങ്കിൽ ഞാൻ ഒരു പക്ഷേലും പഠിച്ച് അതുമായിട്ടൊരു ഇഷ്ടവും അല്ലെ പഠനത്തിനോട് ഇഷ്ടവും പഠനത്തിൻ്റെ ഫ്ലോയിൽ നിൽക്കുമ്പോഴായിരിക്കും അടുത്തതിനെക്കുറിച്ചൊരു ചിന്ത വരിക, അടുത്ത കുഞ്ഞിനെക്കുറിച്ചൊരു ചിന്ത വരിക. അപ്പോഴത്തേന് അത് അവിടെ വീണ്ടും ഫ്ലോപ്പാവും. അതുകൂടാതെ ഈ കുഞ്ഞുങ്ങളെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 3 വർഷം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാതെ നമുക്കിരിക്കാൻ പറ്റത്തില്ല. ഒരു അംഗനവാടി പോകുന്ന പ്രായം വരെ നമ്മൾ അവരെ കെയർ ചെയ്തേ പറ്റൂ. അവരുടെ ഓരോ വളർച്ചയ്ക്കും ഒരു അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര വലിയ പങ്കുണ്ടെന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്. 2 മക്കളെ വളർത്തിയത് കൊണ്ട് പറയുകയാണ്. അപ്പം അവരുടെ ഓരോ ചലനവും ഓരോ പ്രവൃത്തിക്കും എനിക്ക് നല്ലൊരു പങ്ക് അതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ രണ്ടാമത്തെ മോനിക്കും 3 വയസ്സ് ആയതിനു ശേഷമാണ് ഞാൻ പഠിക്കാൻ ഇറങ്ങിയത്. 3 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ
ഇക്ക എന്നോട് പറഞ്ഞു അടുത്ത് നമ്മുടെ അവിടെ PSC കോച്ചിങ് സെൻറ്റർ തുടങ്ങി, എങ്ങനെയാണ് പോന്നോ, പൊക്കൂടെ അടുത്തല്ലേ എന്ന് എന്നോട് തിരക്കി. പക്ഷേ അപ്പോൾ ഞാൻ ഇക്കായോട് ഒരു വാക്ക് പറഞ്ഞു, ഏതായാലും ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തു, നമ്മളെ മക്കൾ ഇത്രയായി, അപ്പോൾ എന്താണ് ഇവനെയും കൂടി ഒന്ന് 3 വയസ്സായിട്ട് അംഗനവാടി വിട്ടിട്ട് ഇറങ്ങാം. അതാണ് എൻ്റെ മനസ്സിന് സമാധാനം, എനിക്ക് സന്തോഷം. എനിക്ക് അവനെ വിട്ടിട്ട് അടുത്താണ് അവിടെ പഠിക്കാൻ പോകാം, പഠിക്കാൻ ചെന്നിരുന്നിട്ട് അവിടുത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മോനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരാം. ആ ഒരു രീതിയിൽ തന്നെ മൂത്ത ആൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോഴത്തേനും എല്ലാം കൊണ്ടും ഹൈറായി, മാഷാ അല്ലാ. അവർ പഠിക്കാൻ ഇറങ്ങി, ഞാനും പഠിക്കാൻ ഇറങ്ങി, എല്ലാം ഒരുപോലെയായിരുന്നു. അവർ പഠിക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഞാനും പഠിക്കാൻ ഇറങ്ങിയത്. അപ്പം ഇന്ന് മാഷാ അല്ലാ അൽഹംദുലില്ലാ, അന്ന് ഞാൻ കഷ്ടപ്പെട്ടതിനും വേണ്ടി ഇന്ന് എനിക്ക് സമയം കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ടൈം ഒട്ടും കിട്ടില്ലായിരുന്നു വായിക്കാനോ പഠിക്കാനോ, ജോലി, മക്കളുടെ കാര്യം. അപ്പോൾ എന്നോട് ഇക്ക ചോദിച്ചിട്ടുണ്ടെന്ന്, ഇങ്ങനെ അടുക്കളയിൽ കയറി ഇറങ്ങി നടന്നോ, സമയം മൊത്തം അതിനകത്ത് കളഞ്ഞോ എന്ന് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഒന്ന് അത് ചിന്തിക്കാൻ പോയിട്ട് അതിന് പറ്റില്ല. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾ ചെറുതാണ്, എന്നെക്കൊണ്ടത് അതിൻ്റെ കൂടെ പഠിക്കാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അവർ പഠിക്കാൻ ഇറങ്ങി പോകുന്ന ടൈമിൽ എന്താണ് ഞാനും പഠിക്കും, എനിക്കും പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് അത് മാറ്റി അവർക്ക് എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് കൊണ്ട് ഞാൻ നെഗറ്റീവായിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, ഇത്രയൊക്കെ പഠിച്ച് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയുന്നത് ഒരു ലെക്ചറർ ആവുക എന്നുള്ളതാണ്. എൻ്റെ ഫാമിലിയിലും മിക്കുള്ളവരും പറഞ്ഞു PSCക്ക് പോകും. അന്ന് വിവാഹത്തിന് മുമ്പ് അന്ന് ഞാൻ കേട്ടില്ലെന്ന് പറയാൻ കാരണം അപ്പോഴും എൻ്റെ മൈൻഡിൽ ലെക്ചറർ എന്നുള്ളതാണ്. PSC പഠിക്കില്ല എന്നല്ല, MCOM കംപ്ലീറ്റ് ചെയ്യണം, B.Ed എടുക്കണം, MCOM കംപ്ലീറ്റ് ചെയ്യണം, നെറ്റ് എഴുതണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ എൻ്റെ MCOM ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അള്ളാ വേണ്ടി വെച്ച് ഒരു സബ്ജക്റ്റും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ 12 വിഷയവും ഞാൻ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പഠിച്ച് എഴുതിയതാണ്. അതിൽ 2 സബ്ജക്റ്റ് ഫെയിലായിപ്പോയി. അത് ഞാൻ റീവാലുവേഷന് കൊടുത്തപ്പോഴും ഒരു സബ്ജക്റ്റ് കിട്ടി, ഒരു സബ്ജക്റ്റ് റീവാലുവേഷന് കൊടുത്തു. പക്ഷേ അത് കിട്ടിയില്ല, അത് ഇതുവരെ എഴുതിയില്ല, അത് എഴുതിയെടുക്കണം. അതിൻ്റെ കൂടെ പിന്നെ PSC പഠിത്തമായി. ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, നമ്മൾ എന്താണ് ഒന്നെങ്കിൽ ഇതും കൊണ്ട് തിരിച്ചു കയറും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും. എനിക്ക് ഫാമിലി എന്ന് പറയുന്നത് ഒരു മുന്നേ ഉള്ള കാര്യമാണ്. അവർക്ക് വേണ്ടി, കാരണം ഇല്ലെങ്കിൽ ലൈഫ് എന്താണ്? നമ്മൾ നമ്മുടെ സന്തോഷം മാത്രം കണ്ടെത്തി പോകാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ലൈഫ് കൊണ്ട് എന്താണ് സന്തോഷം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കാരണം മറ്റൊരാളെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സന്തോഷമാണ് എനിക്ക്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വാപ്പച്ചിയാണെങ്കിലും ഉമ്മച്ചിയാണെങ്കിലും അവരുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കും അങ്ങനെ പോകാനാണ് ഇഷ്ടം. ഒന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഗവൺമെൻറ് ജോബ്, അല്ലാതെ പ്രൈവറ്റ് ജോലിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യാതൊരുവിധ താല്പര്യവും ഇല്ല. അല്ല വേണ്ടി വെച്ച് ഇതുവരെ ഇല്ല. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല റബ്ബൊന്നും ചിന്തിക്കുന്നത്. അല്ല അങ്ങനെ ഒരു അവസരം വരുത്താതിരിക്കട്ടെ, ഗവൺമെൻറ് ജോലി കിട്ടട്ടെ അല്ലേ, നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അതൊരു തുച്ഛമായൊരു തുകയാണെങ്കിൽ പോലും എന്തോ എനിക്ക് ആ ഗവൺമെൻറ് ജോലിയോട് ഒരു വലിയൊരു ഇഷ്ടമാണ് കേട്ടോ. അത് ഒരുപക്ഷേ ഫാമിലിയിൽ മിക്കുള്ളവരും ഗവൺമെൻറ് ഫീൽഡിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തോ എനിക്ക് അതിലാണ് താല്പര്യം, എൻ്റെ വീട്ടിലും അത് തന്നെയാണ് താല്പര്യം. അപ്പോൾ നമുക്ക് ശ്രമിക്കാം, അല്ലാതെ നിങ്ങൾ നെഗറ്റീവായി ഇരിക്കാതിരിക്കുക. നമ്മളെക്കാളും ഉയർന്നവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല. നമ്മളെക്കാളും താഴെയുള്ളവരെ നോക്കുക, താഴെയുള്ളവരെ നോക്കിയിട്ട് നമുക്ക് നമ്മളിലുള്ള കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കുക, മുന്നോട്ട് പോവുക. നമ്മൾ വെച്ചാൽ ഈ PSC എഴുതുന്നവരെല്ലാവരും എന്താണ് ആവറേജ് സ്റ്റുഡൻസാണ്. ഒരിക്കലും ഒരു ഫുൾ A+കാരോ അല്ലെങ്കിൽ
ഭയങ്കര പഠിപ്പിച്ചിട്ടോ ഈ ഫീൽഡിൽ ഗവൺമെൻറ് ഫീൽഡിൽ നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ളവർ എന്തിന് പോവും, ഡിഗ്രിക്ക് പോവും, സോറി ഡോക്ടർ പഠിക്കാൻ പോവും, അല്ലെങ്കിൽ എഞ്ചിനീയറിങ് പഠിക്കാൻ പോവും, അങ്ങനെയുള്ള ഫീൽഡിലേക്കായിരിക്കും പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ ഫീൽഡിൽ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ നമ്മളെപ്പോലുള്ള ആവറേജ് സ്റ്റുഡൻസുമായിട്ട് തന്നെയാണ് നമ്മൾ എന്താക്കുക ഫൈറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ ആവറേജ് സ്റ്റുഡൻസാണ്, പക്ഷേ നമ്മളെപ്പോലെ പഠിക്കുന്നവരായിരിക്കത്തില്ല. നമ്മൾ എഫേർട്ട് ഇടുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് നമ്മളെക്കാളും താഴെയുള്ള ലോ സ്റ്റുഡൻസ് ആയിരിക്കും ഒരു പക്ഷേ ഈ റാങ്ക് വാങ്ങിച്ച് പോയിട്ടുള്ള പിള്ളേരെല്ലാം. കാരണം അവർക്കൊരു ബോധം വീണു വർക്ക് ചെയ്താൽ കിട്ടും എന്നുള്ളത്. അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മളെപ്പോലുള്ള കുറച്ച് മടി പിടിച്ചവരുണ്ട്, അവർ മടി പിടിച്ച് കുത്തി ഇവിടെ ഇരിക്കും, വർക്ക് ചെയ്യുന്നില്ല. ഈ വർക്ക് ചെയ്യുന്നതിലാണ് ഈ PSCയിലെ കാര്യം. കാരണം ഗവൺമെൻറ് ജോബിൽ മാക്സിമം എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം വർക്ക് ചെയ്യുന്നവർക്കാണ് കിട്ടുന്നത്. സോ നിങ്ങൾ വർക്ക് ചെയ്യുക, മൈൻഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും നടക്കും. നടക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് അടിച്ചിരിക്കാതിരിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാനിത് വെച്ച് നിർത്തുക എന്ന് ചിന്തിക്കാതിരിക്കുക. കാരണം നാളെ ഒരു ലൈഫ് ഒരു പകുതി എത്തുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അന്ന് കുറച്ചുകൂടി ഒന്ന് കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടിപ്പോയേനേന്ന്, അല്ലേ? നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നത് കൊണ്ടാണോ ചെയ്യുന്നത്? അല്ല. ഒരു പെണ്ണ് ഒരിക്കലും അവൾക്ക് എല്ലാം തികഞ്ഞ് അറിയുന്ന ഒരു പെൺകുട്ടി ആയിരിക്കത്തില്ല. അവൾ സ്ഥിരം അടുക്കളയിൽ കയറി ഓരോന്ന് ചെയ്താണ് അത് നല്ല രീതിയിൽ ആക്കിയെടുത്ത് വരുന്നത്. അപ്പം നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്താണ് നമുക്കും മുന്നോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ശരി, ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.